Hi students, നമ്മുടെ ഫോർത്ത് പാർട്ട് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലേക്ക് വരികയാണ്. സോ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഈസ് അബൌട്ട് ഐസോമറിസത്തെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സ്ട്രക്ചറൽ ഐസോമറിസത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ട് തരം സ്ട്രക്ചറൽ ഐസോമറിസത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഒന്ന് കോർഡിനേഷൻ ഐസോമറിസവും അതുപോലെ തന്നെ ഈ പറയുന്ന അയോണൈസേഷൻ ഐസോമറിസവും. ഇനി അതുപോലെ ഐസോമറിസത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഐസോമറിസമാണ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ലിങ്കേജ് ഐസോമറിസം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏത് ടൈപ്പ് കോമ്പൗണ്ടുകൾ ഈ പറഞ്ഞ ലിങ്കേജ് ഐസോമറിസം കാണിക്കും എന്നുള്ളതാണ് അല്ലെ. അതായത് ലിങ്കേജ് ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടുകളിൽ ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ടായിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എങ്കിലും. എന്തായിരുന്നു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് മോർ ദാൻ 2 ഡോണർ ആറ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു സമയം ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള, അതായത് ഒരു സമയത്ത് ഒരു ഡോണർ ആറ്റം മാത്രം, പക്ഷെ മോർ ദാൻ 1 ഡോണർ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെ, ലിഗാൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുക. ദേ ആർ മോണോഡെന്റേറ്റ് ലിഗാൻഡ്സ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ മോർ ദാൻ 1 ഡോണർ ആറ്റം ഉള്ളത് കൊണ്ട് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? മോർ ദാൻ ഡിഫറെന്റ് വേസിൽ ഓരോ കോമ്പൗണ്ടുകളിലും ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആംബിഡെന്റേറ്റ് ലിഗാൻഡുകൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐസോമറിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിങ്കേജ് ഐസോമറിസം എന്ന് പറഞ്ഞു വയ്ക്കുക. ക്ലിയർ? അപ്പൊ എന്താ ലിങ്കേജ് ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങൾ രണ്ട് കോംപ്ലക്സസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ CONO2NH3 5 times 2+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സും അതുപോലെ തന്നെ COONONH3 5 times 2+ എന്ന് പറയുന്ന മറ്റൊരു കോംപ്ലക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് കോംപ്ലക്സുകളിലുമുള്ള മെറ്റൽ ആറ്റം സെയിം ആണ് അല്ലെ, കൊബാൾട്ട് ആണ്. ദെൻ അമിനോ ലിഗാൻഡുകൾ രണ്ടിടത്തും 5 അമിനോ ലിഗാൻഡുകൾ വീതമുണ്ട്. രണ്ടിടത്തുമുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2+ സ്റ്റേറ്റ് ആണ്. ദെൻ രണ്ടിടത്തുമുള്ളത് ഒരിടത്ത് NO2 എന്ന് പറയുന്ന നമ്മുടെ ലിഗാൻഡും മറ്റൊരിടത്ത് NO2യുടെ ആംബിഡെന്റേറ്റ് ലിഗാൻഡായ ONO എന്ന് പറയുന്ന മറ്റൊരു ലിഗാൻഡുമാണ് അല്ലെ. അപ്പൊ എന്താ ഇവിടുത്തെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NO2 എന്നുള്ളതിൽ നമുക്കറിയാം നൈട്രജൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ഒരു ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യാം. ബട്ട് ONOയില് ഇൻസ്റ്റെഡ് ഓഫ് നൈട്രജൻ ഓക്സിജൻ ആണ് ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കോംപ്ലക്സുകൾ ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് ഇവിടെ നൈട്രജൻ ഡോണർ ആറ്റമായിട്ട് കൊബാൾട്ടുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടെ ഓക്സിജൻ ഡോണർ ആറ്റമായിട്ട് കൊബാൾട്ടുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കോംപ്ലക്സുകളും സെയിം ആണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബട്ട് we can say that they are isomers. ഏത് തരം ഐസോമറിസം അവിടെ എക്സിസ്റ്റ് ചെയ്യാം? ലിങ്കേജ് ഐസോമറിസം ആണ് എക്സിസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇതാണ് നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് ഐസോമറിസം, അതായത് സ്ട്രക്ചറൽ ഐസോമറിസം പറഞ്ഞു വെക്കുക, ലിങ്കേജ് ഐസോമറിസം എന്നുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐസോമറിസം എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളതിനെ സോൾവെന്റ് ഐസോമറിസം എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. ഹൈഡ്രേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ സോൾവെന്റ് ഐസോമറിസം എന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, സോ എന്താണ് ഹൈഡ്രേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ സോൾവെന്റ് ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾ കോമൺലി വാട്ടർ മോളിക്യൂൾ ആണ്. ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കോമ്പൗണ്ടുകളിലാണ് സാധാരണ നമുക്ക് സോൾവെന്റ് ഐസോമറിസം കാണാനായിട്ട് പറ്റുക. അതായത് വാട്ടർ മോളിക്യൂൾ സോൾവെന്റ് ഇറ്റ്സെൽഫ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ, അവയാണ് സാധാരണ എന്ത് കാണിക്കുക? ഈ പറഞ്ഞതുപോലെ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവെന്റ് ഐസോമറിസം കാണിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഐസോമറിസം എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമുക്ക് പറയാം, അതായത് ക്രോമിയം H2O 5 times Cl3 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ട്, അതായത് ഇവിടെ നമുക്കറിയാം വാട്ടർ അല്ലെങ്കിൽ അക്വ എന്ന് പറയുന്നത് 5 എണ്ണം എന്ത് ചെയ്യുന്നു? ക്രോമിയവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ആൻഡ് ഒരു ക്ലോറിഡോ ലിഗാൻഡ് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ ക്രോമിയവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. Isn't it? Yeah. അപ്പൊ അവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതിൽ 5 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യാറാണ് അക്വ ലിഗാൻഡും, ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യാറാണ് ക്ലോറിഡോ ലിഗാൻഡുമാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതേ കെമിക്കൽ ഫോർമുലയുള്ള മറ്റൊരു കോമ്പൗണ്ട് നമുക്ക് എഴുതാം. അതായത് ക്രോമിയം H2O 4 times Cl2 H2O.
അതായത് ഇവിടെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ അക്വാ ലിഗാൻഡ് കോർഡിനേഷൻ സ്ഫിയറിൽ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വരുന്നു, അയോണൈസേഷൻ സ്ഫിയറിലേക്ക് വരുന്നു. സോ കോർഡിനേഷൻ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ അയോണൈസേഷൻ സ്ഫിയറിലുള്ള ഒരു ക്ലോറൈഡ് അയോൺ എന്ത് ചെയ്യുന്നു, കോർഡിനേഷൻ എൻറ്റിറ്റിയിലേക്ക് വരുന്നു. ഈ രണ്ട് കോമ്പൗണ്ടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂൾസിലുള്ള വ്യത്യാസം, അതായത് നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിലുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 5 സോൾവെന്റ് മോളിക്യൂൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ 4 സോൾവെന്റ് മോളിക്യൂൾസേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് കോമ്പൗണ്ടുകളും എന്താണ്, വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മറ്റൊരു കോംപ്ലക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ CrH2O 6 times Cl3 Cl3 അല്ല Cl4 എന്ന് പറഞ്ഞ മറ്റൊരു കോംപ്ലക്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇവിടെ 6 വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ക്രോമിയവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുവെങ്കിൽ, ഓക്കെ. സോ ഈ 3 കോംപ്ലക്സസ് നമുക്ക് പറയാം എന്താണ്, ദേ ഹാവ് ഡിഫറൻസ് ഓൺലി ഇൻ ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഓർ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഇൻ ദയർ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയാം. സോ അങ്ങനെയുള്ള കോംപ്ലക്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് സോൾവെന്റ് ഐസോമറിസം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. ക്ലിയർ? ഈ 4 ഐസോമറിസമാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്ന 4 ഐസോമറുകൾ. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? പ്രശ്നമുണ്ടോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സ്ട്രക്ചറൽ ഐസോമറിസം. ഇനി നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് ഐസോമറിസത്തിലേക്ക് വരികയാണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ജോമെട്രിക്കൽ ഐസോമറിസം. ഞാൻ പറഞ്ഞു എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഈ പറഞ്ഞതുപോലെ ലിഗാൻസ് ഒരു മെറ്റൽ ആറ്റത്തിന് ചുറ്റും ഡിഫറെന്റ് പൊസിഷൻസിൽ അപ്ലൈ ചെയ്യപ്പെടുന്നു, അതായത് ഡിഫറെന്റ് പൊസിഷൻസിലൂടെ അറ്റാച്ച് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലിഗാൻഡുകളുടെ ഓറിയന്റേഷൻസ് അറൌണ്ട് സെൻട്രൽ ആറ്റം ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ കാണിക്കുന്ന ഐസോമറിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു വെക്കുക. അതായത് ലിഗാൻഡുകൾ മെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ജോമെട്രിയിൽ വേരിയേഷൻ ഉണ്ടായെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ എക്സിസ്റ്റ് ചെയ്ത ഐസോമറിസത്തെയാണെന്ന് വിളിക്കുക ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞു വെക്കുക. ഇവിടെ ലിഗാൻഡുകൾ മാറുന്നില്ല, ബോണ്ട് ഡോണർ ആറ്റംസ് മാറുന്നില്ല, ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, എന്താണ്, ലിഗാൻഡുകളുടെ ഓക്യുപ്പേഷൻ, അതായത് ആ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് മാത്രം മാറുന്നു. ക്ലിയർ? യാ. അപ്പോ ഇങ്ങനെ ലിഗാൻഡുകൾ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള, അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന ജോമെട്രിക്കൽ ഐസോമറിസം, 2 തരം ജോമെട്രിക്കൽ ഐസോമറിസം ആണ് നമ്മൾ പ്രധാനമായിട്ട് പറയുക. ഒന്ന് ദാറ്റ് ഈസ് സിസ് ട്രാൻസ് ഐസോമറിസത്തെ കുറിച്ച് നമ്മൾ പറയും. സിസ് ട്രാൻസ് ഐസോമറിസം ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിസ് ട്രാൻസ് ഐസോമറിസം. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഫാക് ആൻഡ് ബെർ ഐസോമറിസം എന്നുള്ളത്. സിസ് ട്രാൻസ് ഐസോമറിസവും ഫാക് ആൻഡ് ബെർ ഐസോമറിസവും. അപ്പൊ അതില് നമ്മൾ ആദ്യത്തെ ഐസോമറിസത്തിലേക്ക് വരികയാണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ സിസ് ട്രാൻസ് ഐസോമറിസം എന്നുള്ളത്. സോ എന്താണ് സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേ നമ്മൾ ആസ് പെർ നമ്മുടെ ഈ സ്ലൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ, സേ ദിസ് ഇസ് എ മെറ്റൽ ആറ്റം എന്ന് വിചാരിക്കുക. ആ മെറ്റലിലേക്ക് സേ ഇവിടെ 2 A ലിഗാൻഡുകളും 2 B ലിഗാൻഡുകളും അറ്റാച്ച് ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 A ലിഗാൻഡുകളും അറ്റാച്ച് ചെയ്തിരിക്കുക അഡ്ജസന്റ് സൈഡ്സിലാണ്, അതായത് സൈഡ് വൈസ് ആണ്, അല്ലെ, അഡ്ജസന്റ് ടു ഈച്ച് അതർ ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുക. അതുപോലെ 2 B ആറ്റങ്ങളും അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ദേ ആർ അഡ്ജസന്റ് ടു ഈച്ച് അതർ ആണ്. ഓക്കെ. അപ്പോ ഈ പറഞ്ഞതുപോലെ ലിഗാൻഡ്സ് ഓക്യുപ്പൈങ് ദ പൊസിഷൻസ് അഡ്ജസന്റ് ടു വൺ അനദർ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐസോമറിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് സിസ് ഐസോമർ എന്ന് പറഞ്ഞു വെക്കും. സോ ഇവിടെ 2 എണ്ണവും സെയിം സൈഡിലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ്, അഡ്ജസന്റ് ടു ഈച്ച് അതർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വെരി സ്വാഡിക്കോൾ എന്താണെന്ന്, സിസ് ഐസോമർ ആണ് എന്ന് പറയാം. ഇനി ഈ പറയുന്നത് പോലെ ഒരേപോലെയുള്ള ലിഗാൻഡുകൾ സേ ദേ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ 2 A ആറ്റങ്ങൾ അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്. അതുപോലെ 2 B ആറ്റങ്ങൾ അലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇൻ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്, അല്ലെ. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് 2 ഓപ്പോസിറ്റ് പൊസിഷൻസിലാണ് 2 ലിഗാൻഡുകൾ അലൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ. അപ്പോ സിസ് ട്രാൻസ് ഐസോമറിസം നമുക്ക് പറയാൻ പറ്റുക എങ്ങനെയാണ്, ദാറ്റ് ഈസ് സെയിം അഡ്ജസന്റ് ആയിട്ട് ഒരേപോലെയുള്ള ലിഗാൻഡുകൾ വന്നാൽ അതിനെ സിസ് എന്നും, ഓപ്പോസിറ്റ് ആയിട്ട് ഒരേപോലെയുള്ള ലിഗാൻഡുകൾ വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ട്രാൻസ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ക്ലിയർ? പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? യാ. ഇനി നമ്മൾ ഇപ്പോ ഈ പറഞ്ഞതുപോലെ സിസ് ട്രാൻസ് ഐസോമറിസം കാണിച്ചത് 4 ലിഗാൻഡുകളുള്ള, അതായത് M
A2B2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിലാണ്. അതായത് മെറ്റൽ AB ആർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. അതിൽ A എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്, B എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ സ്വാഭാവികമായിട്ട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു സ്ക്വയർ പ്ലെയിനാർ ജോമെട്രിയിലായിരിക്കും. നമുക്ക് നോക്കി അറിയാം ഇതെല്ലാം എന്താണ്, ഒരേ പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്യപ്പെടുക അല്ലെ. സോ അങ്ങനെ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Ma2B2 എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകളിൽ നമുക്ക് ഇങ്ങനെ സിസ് ട്രാൻസ് ഐസോമെറിസം പറയാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മുടെ കോമ്പൗണ്ടുകൾ ഈ രീതിയിലാണ് എന്ന് വിചാരിക്കുക. അതായത് ടെട്രാഹിഡ്രലി അലൈൻ ചെയ്തിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ടെട്രാഹിഡ്രൽ, അതായത് കോർഡിനേഷൻ നമ്പർ 4 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2 തരത്തിലുള്ള കോർഡിനേഷൻ എൻറ്റിറ്റീസ് ഉണ്ടാവാം. ഏതൊക്കെയാണ്? ഒന്ന് ടെട്രാഹിഡ്രലി അലൈൻ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ സ്ക്വയർ പ്ലെയിനാർ ആയിട്ട് അലൈൻ ചെയ്യപ്പെടാം. ഇതില് നമ്മൾ പറയും സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകളിൽ മാത്രമാണ് നമ്മൾ സിസ് ട്രാൻസ് ഐസോമെറിസം പറയുക. ടെട്രാഹിഡ്രലിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? സിസ് ട്രാൻസ് ഐസോമെറിസം പറയാറില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ടെട്രാഹിഡ്രലില് നമുക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് എന്നോ അഡ്ജസന്റ് എന്നോ പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് ടെട്രാഹിഡ്രൽ മോളിക്യൂൾ ഇങ്ങനെയാ. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഈ ഒരു കോംപ്ലക്സിന്റെ കേസിൽ സിങ്ക് ഇവിടെയുണ്ട്. ആൻഡ് ഈ സിങ്കിന് ചുറ്റുമായിട്ട് അമിനോ ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. 4 അമിനോ ലിഗാൻഡുകൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്കൊരിക്കലും ഈ 2 അമിനോ ലിഗാൻഡുകൾ അഡ്ജസ്റ്റന്റ് ആണെന്നോ അല്ലെങ്കിൽ ഈ 2 അമിനോ ലിഗാൻഡുകൾ അഡ്ജസ്റ്റന്റ് ആണെന്നോ പറയാൻ പറ്റുമോ? ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ ടെട്രാഹിഡ്രൽ കോംപ്ലക്സസിന്റെ കേസിൽ ദേ ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള കോംപ്ലക്സുകളിൽ, ടെട്രാഹിഡ്രൽ കോംപ്ലക്സുകളിൽ ദേ വിൽ ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഇനി സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകൾ നമ്മൾ പറഞ്ഞു Ma2B2 അല്ലെങ്കിൽ Mx2L2 എന്നൊരു കോമ്പൗണ്ടുകളുടെ കേസിലാണ് സാധാരണ നമുക്ക് എന്ത് പറയാൻ പറ്റുക? സിസ് ട്രാൻസ് ഐസോമെറിസം പറയാൻ പറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണിത്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ സിസ് പ്ലാറ്റിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആണിത്. ഓക്കെ, വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. 2 ക്ലോറിഡോ ലിഗാൻഡുകളും 2 അമിനോ ലിഗാൻഡുകളും. ഇതിൽ ഈ പറഞ്ഞ പോലെ ക്ലോറിഡോ ലിഗാൻഡുകൾ സെയിം സൈഡിലാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ സിസ് ആണെന്ന് പറയും. ക്ലോറിഡോ ലിഗാൻഡുകൾ ഓപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ നമ്മൾ പറയും എന്താണ്? ട്രാൻസ് എന്ന് പറയും. ഇതാണ് കോർഡിനേഷൻ നമ്പർ 4 വരുന്ന കോമ്പൗണ്ടുകളുടെ കേസ് നമ്മൾ സിസ് ട്രാൻസ് ഐസോമെറിസം പറയാം. ടെട്രാഹിഡ്രലിൽ സിസ് ട്രാൻസ് ഐസോമെറിസം ഇല്ല, സ്ക്വയർ പ്ലെയിനാറിൽ സിസ് ട്രാൻസ് ഐസോമെറിസം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സസ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് കോർഡിനേഷൻ നമ്പർ 6 വരുന്ന കോമ്പൗണ്ടുകളുടെ കേസിൽ നമുക്ക് എങ്ങനെ സിസ് ട്രാൻസ് ഐസോമെറിസം പറയാനായിട്ട് പറ്റും? നമുക്കറിയാം ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലിഗാൻഡുകൾ എങ്ങനെയാണ്? ഒരേ പ്ലെയിനിലാണ്. 2 ലിഗാൻഡുകൾ എങ്ങനെയാണ്? ആ പ്ലെയിനിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ ദിസ് ഇസ് വാട്ട് യു കോൾ ഒക്ടാഹിഡ്രൽ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ഒക്ടാഹിഡ്രൽ മോളിക്യൂളിൽ നമുക്ക് എങ്ങനെ സിസ് ട്രാൻസ് ഐസോമെറിസം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് Ma4B2 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക. M is metal, A4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഒരേപോലെയുള്ള മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ ഉണ്ട്. ദെൻ B2 എന്ന് പറഞ്ഞാൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ, B എന്ന് പറയുന്ന മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ 2 എണ്ണം ഉണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ സിസ് ആൻഡ് ട്രാൻസ് ഐസോമെറിസം പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈ 2 ഒരേപോലെയുള്ള B ആറ്റങ്ങൾ അഡ്ജസന്റ് സൈറ്റ്സിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് നോൺ ആസ് സിസ് ഐസോമർ എന്ന് പറയും. അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കി, അതായത് Ma4B2 എന്ന് പറഞ്ഞ കോംപ്ലക്സിൽ ദിസ് ഇസ് എ കോംപ്ലക്സ് അല്ലെ. ഇതില് ഈ ബി ആറ്റവും ഈ ബി ആറ്റവും ഒരേ പ്ലെയിനിലാണ് ആൻഡ് ദേ ആർ അഡ്ജസന്റ് ടു ഈച്ച് അതർ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ സിസ് ഐസോമർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഓക്കെ, ഇനി അതല്ല നമ്മൾ കോംപ്ലക്സ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും, അതായത് M എന്ന് പറഞ്ഞ മെറ്റല് ആൻഡ് ഹിയർ വി ഹാവ് A, ഹിയർ വി ഹാവ് A, ഹിയർ വി ഹാവ് B, ഹിയർ ഓൾസോ വി ഹാവ് B, ഹിയർ വി ഹാവ് A, ഹിയർ വി ഹാവ് A. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 2 ബി ആറ്റങ്ങളും എങ്ങനെയാണ്? ദേ ആർ അഡ്ജസന്റ് ടു ഈച്ച് അതർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വലന്റ് ടു ദിസ് സ്ട്രക്ചർ ആണ് ഓർ സിസ് ഐസോമർ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ട്രാൻസ് ഐസോമെറിസം എങ്ങനെ പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോ Ma4B2 എന്ന് പറഞ്ഞ കോംപ്ലക്സിൽ ഈ 2 ബി ആറ്റങ്ങളും ദേ ആർ സിറ്റുവേറ്റഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണെന്നുണ്ടെങ്കിൽ ഫൈൻ. ഒക്ടാഹിഡ്രലിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദിസ് വൺ ആണ് അല്ലെ. അതുപോലെ ഇവിടെ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദിസ് വൺ ആണ്.
ഇവിടെ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ, ഒരു ലിഗാൻഡ് ഉണ്ടെങ്കിൽ, ദിസ് ഇസ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദിസ് വൺ ആണ്. അങ്ങനെ ഓപ്പോസിറ്റ്ലി ആണ് ഈ പറഞ്ഞതുപോലെ സിമിലർ ആയിട്ടുള്ള ബി ആറ്റങ്ങൾ അലൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നമുക്ക് അഡ്ജസന്റ് ആയിട്ട് സിമിലർ ആറ്റങ്ങൾ വന്നാൽ നമ്മൾ പറയും സിസ്. ഓക്കെ, Ma4B2 എന്നുള്ളതില് ആറ്റങ്ങൾ ഒരേപോലെയുള്ള രണ്ടാറ്റങ്ങൾ വരുമ്പോൾ അത് ബി ആറ്റങ്ങൾ സേ ദേ ആർ ഇൻ ദ സെയിം സൈഡ് ആണ്, അഡ്ജസന്റ് സൈഡ് ആണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് സിസ് ഐസോമർ. അതല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ട്രാൻസ് ഐസോമർ എന്ന് പറയാം. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജോമെട്രിക്കൽ ഐസോമറിസത്തെ കുറിച്ച് പറഞ്ഞു വെക്കുക. ഓക്കെ, ഇനി ജോമെട്രിക്കൽ ഐസോമറിസം ഒബ്സർവ് ചെയ്യാത്തത് ഒന്നുകൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. അതായത് കോർഡിനേഷൻ നമ്പർ 3O 2O വരുന്ന കോംപ്ലക്സുകളുടെ കേസിൽ ജോമെട്രിക്കൽ ഐസോമറിസം ഒരിക്കലും കാണപ്പെടില്ല. അതുപോലെ ടെട്രാഹിഡ്രൽ ജോമെട്രി ഉള്ള കോമ്പൗണ്ടുകളുടെ കേസിൽ നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണാനായിട്ട് പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, Ma3B എന്ന് പറയുന്ന അല്ലെങ്കിൽ Ma3 അല്ലെങ്കിൽ Ma4 ഇങ്ങനെയുള്ള സ്ക്വയർ പിലാർ കോംപ്ലക്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോർഡിനേഷൻ കോംപ്ലക്സുകളിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണാനായിട്ട് പറ്റില്ല, സിസ് ട്രാൻസ് ഐസോമറിസം കാണാനായിട്ട് പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കോംപ്ലക്സസ് വിത്ത് Ma6 എന്ന് പറയുന്ന, അതായത് എല്ലാം എ ആറ്റങ്ങൾ വരുന്ന സിമിലർ ആറ്റങ്ങൾ വരുന്ന ഒക്ടാഹെഡ്രൽ ജോമെട്രിയുള്ള കോംപ്ലക്സസിൽ അല്ലെങ്കിൽ Ma5B എന്ന് പറയുന്ന ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണാൻ പറ്റില്ല. നിങ്ങൾ ജോമെട്രിക്കൽ ഐസോമറിസം എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദീസ് കൈൻഡ് ഓഫ് കോമ്പൗണ്ടുകളിൽ നമ്മൾ പറയും എന്താണ്? ജോമെട്രിക്കൽ ഐസോമറിസം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ബിക്കോസ് അവിടെ നമുക്ക് ഓപ്പോസിറ്റ് എന്നോ അഡ്ജസന്റ് എന്നോ ലിഗാൻഡുകളെ അലൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ക്ലിയർ ആണോ? സോ ദീസ് ആർ വാട്ട് യു കോൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണാൻ പറ്റാത്ത കേസസും അതുപോലെ എങ്ങനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസം പറഞ്ഞു വെക്കുക എന്നുള്ളതുമാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സിസ് ട്രാൻസ് ഐസോമറിസം എന്നുള്ളത്. ക്ലിയർ? യാ. ഇനി സിസ് ട്രാൻസ് ഐസോമറിസം പോലെ നമ്മൾ പറഞ്ഞു വെക്കുന്ന അടുത്ത ഒരു ഐസോമറിസം ആണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഫാക് ആൻഡ് മെർ ഐസോമറിസം എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. വാട്ട് യു മീൻ ബൈ ഫാക് ആൻഡ് മെർ ഐസോമറിസം എന്നുള്ളത്. ഫാക് ആൻഡ് മെർ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കോംപ്ലക്സ് ഫാക് ആൻഡ് മെർ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുക. ഒന്ന് എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് ഒരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആയിരിക്കണം. അതായത് കോർഡിനേഷൻ നമ്പർ 6 വരുന്ന, ഓക്കെ, ഒക്ടാഹിഡ്രൽ മീൻസ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 വരുന്ന ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകളിലും മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഈ പറഞ്ഞതുപോലെ ഫാക് ആൻഡ് മെർ ഐസോമറിസം കാണാൻ പറ്റുക. ഫാക് മെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക് ഇൻഡിക്കേറ്റ് ദാറ്റ് ഫേഷ്യൽ ഐസോമറിസം, മെർ എന്ന് പറയുന്നത് മെരിഡീനിയൽ ഐസോമറിസം. ഓക്കെ, ഇത് കാണാൻ പറ്റുക ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകളിൽ കോർഡിനേഷൻ നമ്പർ 6 വരുന്ന കോമ്പൗണ്ടുകളിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫാക് ആൻഡ് മെർ ഐസോമറിസം കാണാൻ പറ്റുക. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോംപ്ലക്സുകളുടെ ഒരു കോമൺ നേച്ചർ എന്ന് പറയുന്നത് Ma3B3 എന്ന് പറയുന്ന ഒരു ഫോർമുല ആയിരിക്കണം. എന്താ ഈ Ma3B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എയും ബിയും എന്ന് പറയുന്നത് പ്യുവർലി മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കണം. ഓക്കെ, എ ആൻഡ് ബി എന്ന് പറയുന്നത് ദേ ആർ വാട്ട് യു കോൾ എന്തായിരിക്കണം? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആയിരിക്കണം. ആൻഡ് 3 സിമിലർ ആയിട്ടുള്ള മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എ ആറ്റങ്ങൾ ഉണ്ടാവണം. അതുപോലെ 3 സിമിലർ ആയിട്ടുള്ള ബി മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ 3 വീതം മോണോഡെൻഡേറ്റ് ലിഗാൻഡുകൾ എ ബി, ഡിഫറന്റ് ആയിട്ടുള്ള എ ആൻഡ് ബി എന്നുള്ള 2 തരത്തിലുള്ള മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് വന്നാൽ മാത്രമാണ് എന്ത് കാണിക്കുക? ഇത് ഈ പറഞ്ഞതുപോലെ ഫാക് ആൻഡ് മെർ ഐസോമറിസം കാണിക്കുക. ഫൈൻ. ഇനി എന്താണ് ഫാക് ആൻഡ് മെർ ഐസോമറിസം എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നിങ്ങൾ എടുത്താൽ, ഇവിടെ കൊബാൾട്ട് ആണ് നമ്മുടെ മെറ്റൽ, ദെൻ 3 അമിനോ ലിഗാൻഡുകൾ ഇവിടെ കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, the complex is nothing but CO then NH3 എത്ര എണ്ണമുണ്ട്? 3 എണ്ണമുണ്ട്. ആൻഡ് we have NO2 എന്ന് പറയുന്നത് 3 എണ്ണമുണ്ട്. So this is what we call the complexes. Okay, fine. ഈ ഒരു കോംപ്ലക്സിൽ നമുക്കറിയാം Ma3B3 എന്ന് പറയുന്ന ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് നമുക്കറിയാം ഇതൊരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണ്. ഈ പറയുന്ന സിമിലർ ആയിട്ടുള്ള ലിഗാൻഡുകള് ഒരേ ഫേസിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒക്ടാഹിഡ്രൽ ജോമെട്രി വരയ്ക്കുമ്പോൾ നമുക്ക് ഒരേ ഫേസില് ലിഗാൻഡുകളെ പറയാൻ പറ്റും. ഒരേ ഫേസ് മീൻസ്
ദാ ഈ കാണുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു പൊസിഷൻ, അതുപോലെ ദാ ഈ കാണുന്ന ഒരു പൊസിഷൻ, അതുപോലെ ദാ ഈ കാണുന്ന ഒരു പൊസിഷൻ, ഈ 3 പൊസിഷൻസും അലൈൻ ചെയ്തിരിക്കുക ഒരേ പ്ലെയിനിലാണ് അല്ലെ, അല്ലെങ്കിൽ ഒരേ മെറിഡീനിയനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരേ മെറിഡീനിയൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരേ പ്ലെയിനിലാണ്. ഇനി അതുപോലെ നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഒരേ ഫേസ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ കാണുന്നതാണ് ഒക്ടാഹെഡ്രന്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, ഒരു ഫേസിലുള്ള ലിഗാൻഡുകൾ എന്ന് വെച്ചാൽ ദാ ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ടാവണം, ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ടാവണം, ദാ ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ടാവണം. ഓക്കെ, ഒന്നെങ്കിൽ ഫേസിൽ നമുക്ക് ലിഗാൻഡുകൾ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ പ്ലെയിനിൽ ലിഗാൻഡുകളെ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ദാ ഇവിടെ ഈ അമിനോ ലിഗാൻഡുകൾ അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കേ. ദാ ഒരേ ഫേസിലല്ലേ. അല്ലെങ്കിൽ ഈ NO2 ലിഗാൻഡുകൾ അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ദേ ആർ അറ്റ് സെയിം ഫേസ് ആണ്. അപ്പൊ അങ്ങനെ ഒരേ ഫേസിൽ നമ്മൾ ലിഗാൻഡുകൾ അലൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫാക് ഐസോമർ, ഫേഷ്യൽ ഐസോമർ എന്ന് പറഞ്ഞു വെക്കുക. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വൺ, സേ ഇവിടെ നമ്മൾ അടുത്ത കോംപ്ലക്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം NO2 ലിഗാൻഡുകൾ അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരേ പ്ലെയിനിലാണ് അലൈൻ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ NH3 ലിഗാൻഡുകൾ, അതായത് അമിനോ ലിഗാൻഡുകൾ അലൈൻ ചെയ്തിരിക്കുന്നത് ദാ ഈ ഒരു പ്ലെയിനിലല്ലേ. ദാ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു പ്ലെയിനിലാണ് ഈ ഒരു അമിനോ ലിഗാൻഡ് അലൈൻ ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് ദിസ് ഇസ് വാട്ട് വി കോൾ, നമ്മൾ പറയും മെർ ഐസോമർ ആണെന്ന് പറയും. അപ്പോൾ ലിഗാൻഡുകളെ നിങ്ങൾ ഒരേ പ്ലെയിനിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരേപോലെയുള്ള 3 സിമിലർ ലിഗാൻഡുകളെ ഒരേ പ്ലെയിനിൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? നമ്മൾ മെറിഡീനിയൽ ഐസോമറിസം ഓർ മെർ ഐസോമർ എന്ന് പറയും. ഒക്ടാഹെഡ്രന്റെ ഒരു ഫേസിലാണ് നമ്മൾ സിമിലർ ആയിട്ടുള്ള 3 ലിഗാൻഡുകളെ അലൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫേഷ്യൽ ഐസോമറിസം എന്ന് പറഞ്ഞു വെക്കും. അപ്പൊ ഇങ്ങനെ ഫേഷ്യൽ ആൻഡ് മെറിഡീനിയൽ എന്ന രീതിയിൽ 2 തരത്തിലുള്ള ജോമെട്രിക്കൽ ഐസോമറുകൾ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ജോമെട്രിക്കൽ ഐസോമറിസം. നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് സ്ട്രക്ചറൽ ഐസോമറിസം എന്നുള്ള 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് അബൌട്ട് ഒപ്റ്റിക്കൽ ഐസോമറിസത്തെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം.